എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഫുൾ ലിറിക്സ് അറിയാവുന്ന പോലെ, ഒരു പദ്യമൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന പോലെ ലിറിക്സ് ഫുൾ അറിയാവുന്ന ഒരു പാട്ടാണ് ആയിരം കണ്ണുമായി നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ട്. അത് ആക്ച്വലി അതിന്റെ ഒരു സ്റ്റോറിയിൽ എന്തോ ഒരു പദ്യം കണക്ഷൻ, ഒരു ചങ്ങമ്പുഴ കണക്ഷൻ ഒക്കെ ഉള്ള ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. കണക്ഷൻ വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ ആലപ്പുഴയിൽ ബ്രദേഴ്സ് ഹോട്ടലിൽ പോയി ഞങ്ങളെ കൊണ്ട് ഇരുത്തി ഒരു മുറിയിൽ. അവിടെ ഫാസ്റ്റ്ലി കഥയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, നോസ്റ്റാൾജിയ വേണമെന്നൊക്കെ പറഞ്ഞ് ആശാൻ പോയി. ഞങ്ങളിങ്ങനെയൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴുണ്ടടാ അവിടെ ഒരു മേശപ്പുറത്ത് ഒരു തടിയൻ പുസ്തകം ഇരിക്കുന്നു. അത് ബിച്ചുവിൻ്റെ കൈ മുട്ടി യാദൃശ്യമായിട്ട്. അദ്ദേഹം എടുത്ത് നോക്കിയപ്പോൾ ചങ്ങമ്പുഴയുടെ കൃതികൾ, ചങ്ങമ്പുഴയുടെ കൃതികൾ. അദ്ദേഹം ചുമ്മാ പുറത്ത് നോക്കിയപ്പോൾ ചങ്ങമ്പുഴയുടെ പാട്ടുകൾ, അങ്ങനെ ഒരു സെക്ഷൻ. ആഹാ, ദർസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കൃതികളും പോയിട്രിയും പാട്ടുകളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ അകത്ത് വല്ല നൊസ്റ്റാൾജിയോ വല്ലതും ഉണ്ടോ എന്നോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. അപ്പോൾ ബിച്ചു ബന്ധു ഇതിൻ്റെ അകത്ത് ഒരു നൊസ്റ്റാൾജിയോ ഉണ്ട്, ഇദ്ദേഹത്തിന് എന്തോ ശ്യാമളയോട് പണ്ട് തോന്നി എന്തൊക്കെയോ, ഈ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ എനിക്ക് ഇത്തിരി മൂളി തന്നു. ഏത് ആയിരം അല്ല, ശ്യാമളേ, ഇങ്ങനെ അങ്ങനെ ആ പാട്ടുണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പോയി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ശ്യാമളേ ശ്യാമളേ ശ്യാമളേ, അങ്ങനെയാണത് ആദ്യം ട്യൂൺ ചെയ്തത്. നമുക്കറിയില്ലാത്തോണ്ടായിരിക്കും ശ്യാമള എന്നുള്ളൊരു വാക്കിൽ നിന്നൊക്കെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുന്നുള്ളത്. കോണ്ടെക്സ്റ്റ് അത് കറക്റ്റായിട്ട് വന്നു. അതിലും ഈ പറഞ്ഞ പോലെ ഒരു 3 വേർഷൻസ് ഉണ്ടായിരുന്നു ആയിരം കണ്ണുമായിനല്ലേ. കെ ജെ യേശുദാസും കെ എസ് ചിത്രയുടെ 1 വേർഷൻ, പിന്നെ യേശുദാസിന് ഒരു പാത്തോസ് വേർഷൻ ഉണ്ടായിരുന്നു അല്ലേ. അവിടെ 2 വേർഷൻ ഐ തിങ്ക്, ഒന്ന് ഹാപ്പി ആൻഡ് ഒന്ന് സാഡ്. അല്ല, സാഡ് ചിത്രയ്ക്കായിരുന്നു. വെൻ ദാറ്റ് ഗേൾ ഡൈസ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. 2 വേർഷൻ, ഹാപ്പി ആൻഡ് സാഡ്. ഈ നോക്കത്താ ദൂരത്ത് കണ്ണും തട്ടിൽ തന്നെ മറ്റ് വേറൊരു ബ്രില്യൻസ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ആരാധന നിശാമേള ആ പാട്ട്. അത് തുടങ്ങുമ്പോൾ അതേപോലെ ഒരു ഡിവോഷണൽ ടച്ചിൽ തുടങ്ങുന്ന ആക്ച്വലി ക്രിസ്മസ് ആണല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഇസ് ക്രിസ്മസ്. ഞാൻ ഉപയോഗിച്ചത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് കാരലാണ് ആരാധന എന്നുള്ളത്. അതെ, ഒരു ഫ്രഞ്ച് ക്രിസ്മസ് കാരലാണ്. ആ ഫ്രഞ്ച് കാരലിനെ ഞാനിവിടെ ഉപയോഗിച്ചു. പക്ഷേ ബിച്ചു വളരെ ബുദ്ധിപൂർവം അതിന് മലയാളികൾക്ക് അനുയോജ്യമായ ഒരു ലിറിക്സ് എഴുതിയത്. ആരാധന നിശാ സംഗീതമേള വരൂ വരൂ ഈശൻ പിറന്നിത സംതിങ് ലൈക്ക്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ട്യൂൺ തിരഞ്ഞെടുക്കുന്നത്. അത് ഫാസ്റ്റിൽ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ അകത്ത് നിന്ന് അല്ലെങ്കിൽ പുൽക്കൂടൊക്കെ കാണിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ലാത്തിരി പൂത്തിരി. സിനിമ റിലീസ് പോലും ആവാതെ ഹിറ്റായ ഒരു പാട്ടാണ് നമ്മുടെ പൂവല്ല പൂന്തളിലല്ല എന്ന് പറയുന്ന പാട്ട്. അതെന്ത് സംഭവിച്ചു? ആ പാട്ട് സിനിമ റിലീസ് ആവാതെ എങ്ങനെ പാട്ട് ഹിറ്റായി? അത് വെരി ഇൻട്രസ്റ്റിംഗ്. അതെങ്ങനെയാണെന്ന് സംഭവിച്ചത്. അപ്പം അതെ, പാട്ട് എങ്ങനെയാണ് ഉണ്ടായെന്ന് പറയാം ആദ്യം. അപ്പം ഞാനൊന്ന് കോട്ടയത്ത് മാന്നാനെന്ന് പറയുന്ന സ്ഥലത്ത് ഈ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ നടത്തുന്ന അച്ഛന്മാരില്ലേ, CMI ഫാദേഴ്സ് എന്ന് അവർ പറയുന്നത്. അപ്പം അവരുടെ ഏതോ ഒരു 100-150 വാർഷികം, ആ സഭ തുടങ്ങിയതിൻ്റെ 100ാമത്തെ വാർഷികത്തിന് ഒരു കുർബാനയും ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സന്ദർഭത്തിൽ എന്നെ അച്ഛന്മാർ പറഞ്ഞ് ഞാൻ വന്ന ക്വയറൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മാന്നാനത്തായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ. ഞാൻ ഭാസ്കരനാണ്, ജെറിയാണോ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ സംസാരിക്കൊക്കെ ഭാസ്കരൻ മാഷിന് എന്നെ ഭയങ്കര അറിവുമല്ലോ, ഒരു വ്യത്യാസമില്ല. ഞാൻ ജെറി ഒരു പണി ചെയ്യണമല്ലോ, നമുക്കൊരു പാട്ട് ഒന്ന് ശരിപ്പെടുത്തണോ, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അപ്പം ഞാൻ കഥ പറഞ്ഞു, ഇങ്ങനെ ബഹളം. അപ്പം ഞാൻ പറഞ്ഞു, മാഷിനെ കാണാൻ വരാൻ പറ്റിയ ബെസ്റ്റ് സമയം ഒരു കാലത്ത് ഒരു 6 മണിക്ക് ഞാൻ വന്ന മാഷിന് വിഷമം ഒന്നുമില്ല ഇങ്ങനെ പോയിരുന്നു പറഞ്ഞു. അങ്ങനെ ഒരു അച്ഛൻ്റെ മോട്ടോർ സൈക്കിളിൽ കയറി പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ CMS കോളേജിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ചെന്നു, ഗേറ്റ് തുറന്ന് ഒരു ചെറിയ പൂന്തോപ്പൊക്കെ ഉണ്ട്, അതിൽ കൂടി നടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ മാസ്റ്റർ ഇങ്ങോട്ട് ഒരു തോർത്തെടുത്തുണ്ട് ബാത്റൂമിലേക്ക് പല്ല് തേക്കാൻ പോയി. അപ്പോൾ വന്നോ, വെരി ഗുഡ്, 1 മിനിറ്റ് പറഞ്ഞ് മടങ്ങി പോയിട്ട് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതാണ് പാട്ടൊന്ന് നോക്കിക്കോളൂ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് കുളിക്കാൻ പോയി. നോക്കിയപ്പോൾ എൻ്റെ അകത്ത് ഒരുപാട് വെട്ടും കുത്തുമൊക്കെ ഉണ്ട്. പക്ഷെ വായിച്ചു. പൂവല്ല പൂന്തളിരല്ല
മാനത്തെ മണിവില്ലല്ല. ഇത്രയും കേട്ടപ്പോൾ എനിക്കിഷ്ടമായി. ല ല ലല്ല. ബാക്കിയെല്ലാം അതേ വൃത്തം, സൂപ്പർ ബ്യൂട്ടിഫുൾ ലിറിക്സാണ്. അപ്പം എൻ്റെ മനസ്സിലിപ്പോൾ പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മഞ്ഞിലെ അങ്ങനെ വന്നു. അപ്പം തന്നെ മാഷ് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ ഇങ്ങനെ ഒരു ട്യൂൺ കിട്ടിയിട്ടുണ്ട്, പാടി കൊടുത്തു. മതി ഫ്രഷ് ആയിട്ടുണ്ട്, ഇത് തന്നെ ആ വഴിക്ക് പോയി. പക്ഷെ ആ സിനിമ റിലീസായില്ലല്ലോ. ഇല്ലല്ലോ, അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിൽ എന്താ കടിപിടി ഉണ്ടായിട്ട് അത് തന്നെ. കാട്ടുപോത്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. പോത്ത് കാട്ടിലേക്ക് പോയിട്ട് പിന്നെ വന്നില്ല. അല്ല, അപ്പോൾ ഈ പാട്ട് എങ്ങനെ റിലീസായി? പിന്നെ അത് ഇവർ HMB എന്ന് പറയുന്ന കമ്പനിക്കാർക്ക് കൊടുത്തു, അവരത് പബ്ലിഷ് ചെയ്തു. ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സിനിമയിൽ മ്യൂസിക്കിൽ ഭയങ്കര റിച്ചായി നിൽക്കുന്ന ടൈമാണ്. ഇപ്പോൾ ശ്യാം ആയാലും രവീന്ദ്രൻ മാഷായാലും ജോൺസൺ മാഷായാലും ആ ഒരു ടൈമിലൊക്കെ ശരിക്കും ഭയങ്കര ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിൽ? കോമ്പറ്റീഷനിൽ എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുക മാത്രമാണ്. അയാളെ എനിക്ക് കടത്തി വെട്ടണം അങ്ങനെയൊന്നും ചിന്തയൊന്നുമില്ല. വി ആർ ഓൾ ഡൂയിങ് അവർ ഓൺ ജോബ്. എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്ന നടന് സ്വന്തം കരിയറിൽ അങ്ങനെ ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ പവിഴമല്ലിയാണ്. റൊമാൻസും കോമഡിയും ഒരുമിച്ച് നോക്കോട്ടെ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അതിന്റെ സ്റ്റോറി എന്താണ്? അത് സ്റ്റോറി എന്നോട് നമ്മുടെ ഡയറക്ടർ സാർ, ആരായിരുന്നു ഡയറക്ടർ? സത്യനന്ദിക്കാട് പറഞ്ഞു, എനിക്കൊരു റൊമാൻറ്റിക് സോങ് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതതിൻ്റെ അത് കോമഡി വേണമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാനതൊരു അമേരിക്കൻ ബീറ്റ് എടുത്ത് ഝം ചക്ക ഝും ചക്ക 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 ഒരു റോക്ക് ആൻഡ് റോളിൻ്റെ ഒരു ബീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു ട്യൂൺ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അയ്യോ ഈ പാട്ടിന് നമുക്ക് ലിറിക്സ് എഴുതുന്നത് ഒരു തിരുമേനിയാണ്, നേരം മുല്ലനേഴി എന്ന് പറയുന്നത് തിരുമേനിയാണ്. നമുക്ക് അദ്ദേഹത്തെ പോയി ഒന്ന് കാണാം. കവിയും കൂടിയാണ്. അപ്പം നമ്മൾക്ക് എന്താ പറയുക, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഒരു ശുക്ക് പറഞ്ഞുകൂടെ ഇവിടെ എന്താ സംഭവം. അപ്പോൾ സത്യൻ പറഞ്ഞു അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു കാറൊക്കെ എടുത്ത് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫും അമ്മയും പറഞ്ഞു, അയ്യോ അവൻ കാലത്തെ പോയാൽ പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, അമ്മയാണ് പറയുന്നത്, എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അതെ, സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിൽ ചെന്നു. സ്കൂൾ എന്താണ്, ഇപ്പോൾ വീഴുന്നുമ്പോന്നൊരു വേലി, അതിൻ്റെ അകത്തൊരു പഴയ കെട്ടിടം, അവിടെ മലയാളം പഠിപ്പിക്കാൻ അത്രേ, മുല്ലനേഴി. അവിടെ വെച്ച് ചോദിച്ചപ്പോൾ നമുക്കൊന്നും അറിഞ്ഞൂടെ, സ്കൂള് കഴിഞ്ഞാൽ പിന്നെ ആളെ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞ സാരമില്ല, നമുക്ക് പിടിക്കാം. അങ്ങനെ എന്നെ കൊണ്ടുവന്ന ഈ പത്മ തിയേറ്ററിൻ്റെ പുറകിൽ ഒരു ചെറിയ ചായക്കടയിൽ ഒരു മുറിയെടുത്ത്, മുറി എന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ ട്യൂണുമായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഉണ്ടടാ ഒരാൾ വരുന്നു, ഒരു പഴയ സഞ്ചി തൂക്കിയിട്ട് മുഷിഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട്, കംപ്ലീറ്റ് കഷണ്ടി, ഒരു സാഡ് ലുക്കിംഗ് ഇൻഡിവിജ്വൽ. അപ്പം ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, അയ്യോ ഈ അമേരിക്കൻ ബീറ്റും ഇയാളും കൂടി എങ്ങനെ പോവും. അതെൻ്റെ മഹാമഠേതരാണ്. അദ്ദേഹം വന്നു, ഞങ്ങൾ ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, മിസ്റ്റർ മുല്ലനേഴി ഇങ്ങനെ ഒരു ട്യൂണാണ്, ട്യൂണൊന്ന് മൂളി. ഒന്നും കൂടി മൂളാമോ? ഒന്നും കൂടി മൂളി. എന്നാലിതാ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. കറക്ഷനേ ഇല്ല. ആണോ? ഫസ്റ്റ് പറഞ്ഞതാണ് ടാക്കെന്ന് പറഞ്ഞാൽ പറയുക. അൺബിലീവബിൾ. ഞാൻ എഴുന്നേറ്റാശാന എന്നോട് ക്ഷമിക്കും. അതുപോലെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഒരു ലൈൻ പറയുന്നു, അദ്ദേഹം വാക്കുകൾ തരുന്നു. അല്ലാതെ പോയിരുന്നു മാറിയിരുന്ന് പ്രിപ്പയർ ചെയ്യണ പരിപാടി ഒന്നുമില്ല. ഇതിപ്പോൾ ഭയങ്കരമാണ് കേട്ടോ. നമ്മുടെ കവികൾ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരൊന്നും അല്ല, പാവങ്ങളെ നമ്മളാരും അധികം മാനിക്കുന്നില്ല. പിന്നെ ഇവരെ അന്വേഷിച്ചാലും ഇവരെ കാണാനുമില്ല, അങ്ങനെയുണ്ട്.
പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഇട്ടാണ് സിനിമകളൊക്കെ ചെയ്തത്. എനിക്ക് തോന്നുന്നു 95 നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂരിന് അതാണ് അതിനുശേഷമായിരുന്നു ഒരു വലിയ ബ്രേക്ക്. അതിൽ ആക്ച്വലി എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതിൽ മിന്നും മിന്നാ മിന്നി ആ ട്രാക്ക് അതിന് കേസ് ചിത്രയ്ക്കൊരു ഭയങ്കര വോക്കൽ മോഡുലേഷനിൽ കുറെ ഡിഫറൻസ്. ഫാസിൽ സെഡ് ഇതിൻ്റെ അകത്ത് എല്ലാ പല പല ക്യാരക്ടേഴ്സാണ് അതിൻ്റെ മാറി മാറി പാടുന്നത്. അപ്പോൾ അതെല്ലാ ക്യാരക്ടേഴ്സും ചിത്ര തന്നെ പാടണം. അങ്ങനെ അതായത് കൽപ്പനയുടെ ക്യാരക്ടർ, പ്രിയരാമന്റെ ക്യാരക്ടർ, അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. വളരെ ഇഫക്റ്റീവ്, നല്ലൊരു വണ്ടർഫുൾ ഐഡിയ ആണ് ഫാസിൽ പറഞ്ഞത്. മേലേ മേലേ മാനം എന്ന് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു താരാട്ട് വേണമെന്ന് പറഞ്ഞു, താരാട്ട് കൊടുത്തു. നമുക്കത് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ ഇത്ര സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നും അല്ല സംഭവിക്കുന്നത്. ഇത് ആ മൂഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ശ്രുതിയൊക്കെ സെലക്ട് ചെയ്ത് ഇന്നയാൾ പാടാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഭവിക്കുന്നു. അതാണ് മാജിക് ഹാപ്പൻസ്. ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ എന്നൊരു മഹാകവി ബംഗാളിലുണ്ട്. അദ്ദേഹം എഴുതുന്നത് ബംഗാളിലല്ല, ഇംഗ്ലീഷിലാണ്, ഷേക്സ്പിയറിയൻ ഇംഗ്ലീഷാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് പോയം ടു ദ ജലസ് ഗാഡ് എന്ന് പറഞ്ഞൊരു പോയിട്രി ഉണ്ട്. അത് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു അതിൻ്റെ എന്താ സിലബസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ബോംബെയിൽ വെച്ചാണ്. ഞാൻ കല്യാണം കഴിച്ച് പോയ സമയത്ത്, വൈഫൊന്നുമില്ല, ഞാൻ പോയില്ല. അദ്ദേഹത്തെ കാണാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വിൽ ഗിവ് യു എ ഗിഫ്റ്റ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആരും ഒന്നും ഓർത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ദാദാ ആ ഗിഫ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു. അച്ഛാ ഗിവ് മീ സം പേപ്പർ, ഐ വോണ്ട് ടു റൈറ്റ്. അങ്ങനെ ഞാൻ കുറേ ഫുൾ സ്കാപ്പ് ഷീറ്റും കൊടുത്തു, ഒരു പേനയും കൊടുത്തു. ആശാൻ അവിടെ ഇരുന്നിട്ട് എന്നിട്ട് എനിക്ക് തന്നു. ഈ ടോൾഡ് മീ, ഇത് ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട് പ്രേമത്തിലായി. ആ സന്ദർഭത്തിൽ എഴുതിയ പോയട്രിയാണത്. ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ ശക്തിയും അതിൻ്റെ ദീർഘായുസ്സും കണ്ടിട്ട് ദൈവത്തിന് സഹിച്ചില്ല. അതുകൊണ്ട് ഹീ സെഡ് ഐ കണ്ടം യു ടു ഡെത്ത്. അപ്പോൾ ഇയാൾക്ക് തോന്നി, പ്രേമത്തിലാകുമ്പോഴുള്ള ഫസ്റ്റ് ചിന്ത ആര് മരിക്കും, ഞാൻ ആദ്യം മരിക്കുമോ ഇവൾ ആദ്യം മരിക്കുമോ എന്നുള്ള ചിന്തയാണ്. ഇത് നമ്മുടെ മനസ്സിൽ വരാൻ കാര്യം, ഈ ദൈവം മഹാശുണ്ഠിക്കാരനാണ്. ഈസ് എ വെരി ജലസ്, ഭയങ്കര അസൂയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ മനോഹരമായ പ്രേമത്തെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങളെ മരണത്തിന് വിധിച്ചു. അതാണ് ടു എ ജലസ് ഗോഡ്, വാട്ട് എ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെയായിട്ട്, ഈ കോമയിട്ട് കഴിഞ്ഞപ്പോൾ, ദാദാ ഇതെങ്ങനെ ഓർത്തിരിക്കുന്നു? ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ 91 വയസ്സാണേ, അദ്ദേഹത്തിൻ്റെ 91 വയസ്സ്. അപ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇയാൾ കോളേജിൽ പഠിച്ചതെന്നായിരിക്കും 18-19 വയസ്സിലായിരിക്കും. അപ്പോൾ 91-19 മറിച്ചിട്ടാണ് അന്ന് എഴുതിയ ആ സാധനം മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്. സോ ഹീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, മിസ്റ്റർ അമൽദേവ്, ഐ ഡോണ്ട് നോ. That's my answer. I don't know. You all asking me, ഇതെങ്ങനെ വരുന്നു? I don't know.